ആ അത് ഓരോരുത്തർക്ക് അങ്ങനെ ഓരോരുത്തർക്ക് അപ്പം മീനൊക്കെ കിട്ടിയിട്ടെന്ന് ഇന്ന് കിട്ടിയത് മറ്റേ പലതരം പോലത്തെ മീനാണേ. അയിലുണ്ട്. ഹലോ, അപ്പോൾ ഇവിടെ നല്ല വിലക്കുറവിലാട്ടോ. അപ്പോൾ കുറച്ച് നാളായിട്ട് മീനൊക്കെ കൊണ്ടുതന്നെ അങ്ങനെ ഞങ്ങൾ മീൻ വിലക്കുറവിന് വരുന്ന സമയത്ത് കുറച്ചധികം മേടിച്ച് വയ്ക്കും. എന്നിട്ട് ഒന്നില്ലെങ്കിൽ ഉപ്പിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ അത് കായം പരട്ടി ഫ്രിഡ്ജിൽ വയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ 100 രൂപയ്ക്കാണ് ഇത്രയും അധികം മീൻ ഞങ്ങൾക്ക് കിട്ടിയത്. നല്ല വിലക്കുറവിൽ തന്നെ കിട്ടിയത്. നല്ല നാടൻ മീനാണ് പോയിട്ട് നല്ല ഫ്രഷാണ്. അപ്പോൾ അതൊക്കെ മേടിച്ച് ഞങ്ങൾ ഞാനും അമ്മമ്മയും കൂടിയിട്ടാണ് നന്നാക്കിയെടുത്തത്. എനിക്ക് ഒറ്റയ്ക്ക് നന്നാക്കാൻ പറ്റില്ല. അങ്ങനെ തൊലി പൊളിക്കുന്ന മീനൊക്കെ എനിക്ക് നല്ല സാറ്റിസ്ഫൈങ് ആയിട്ട് ഞാൻ ഇരുന്ന് തൊലി പൊളിച്ചിട്ട് മീൻ നന്നാക്കിയെടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ മീനൊക്കെ നന്നാക്കണം. അപ്പോൾ ഞാനും അമ്മമ്മയും കൂടി ഇരുന്ന് മീനൊക്കെ നന്നാക്കിയെടുത്ത് നല്ലപോലെ ഉപ്പൊക്കെ ഇട്ട് കഴുകിയെടുത്തുട്ടോ. ഇത് മാത്രമല്ല ഉണ്ടായിരുന്നു, ഇതിൻ്റെ കൂടെ പലതരമായിട്ടുള്ള ചെറിയ മീനുകളുണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗം നല്ല നന്നാക്കി എടുത്തിട്ട് മീൻ കറിയുടെ പരിപാടികൾ നോക്കിയിട്ട്. അപ്പോൾ ഇന്ന് തേങ്ങ അരച്ചിട്ടാണ് വെച്ചത്. ഇവിടെ ഇങ്ങനത്തെ രീതിയിലാണ് മീൻ കറി ഉണ്ടാക്കുക. പല സ്ഥലത്തും പല രീതിയിലായിരിക്കും. ഇവിടെ തേങ്ങ അരക്കിനയിലേക്ക് തന്നെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളകും പൊടിയും പിന്നെ പെരുംജീരകവും ഒക്കെ ഇടും. എന്നിട്ട് അരച്ചിട്ട് തക്കാളിയും പിന്നെ എന്താണ് നമ്മുടെ കുടംപുളിയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയും കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതൊക്കെ കൂടിയിട്ട് തിരുമ്മിയിട്ട് അത് പുളിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പത്തേക്ക്. അപ്പോഴേക്കും ഞാൻ മീൻ നന്നാക്കിയിട്ടുള്ള വരഞ്ഞിട്ട് വേഗം തന്നെ വറക്കലിൻ്റെ പരിപാടികൾ നോക്കിയിട്ട്. അപ്പോൾ മുളകും പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നല്ല പോലെ വേണ്ട. എല്ലാം മീൻ വറക്കുന്നതിലാണെങ്കിലും വേണ്ടില്ല, പിന്നെ കറി വെക്കുന്നതിലാണെങ്കിലും വേണ്ടില്ല. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം തന്നെ വറക്കാനിട്ട് അമ്മേനെ വറക്കാട്ടിട്ടാ. പിന്നെ മീൻ തിളച്ച് വന്ന് വറ്റിയപ്പോൾ മീനെ ഞാൻ കഴുകി നേരെ വറുത്തെടുത്തു. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ പോയി ടേസ്റ്റൊക്കെ നോക്കി വറ്റി നല്ല പോലെ വറ്റണം കേട്ടോ അവിടെ മീൻ. അങ്ങനെ മീനൊക്കെ കറിയൊക്കെ റെഡിയായി. പിന്നെ ആ അടുപ്പത്ത് തന്നെ നേരെ ഉപ്പേരി വറയിട്ടായിട്ടാ. അപ്പോൾ ഇവിടെ ഏറെ അടുപ്പുമ്മൽ തന്നെയാണ് നമ്മൾ മീൻ എല്ലാ പരിപാടികളും ചെയ്യും. ഗ്യാസ് അടുപ്പ് വളരെ കുറവായിട്ട് ഉപയോഗിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ആ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വൃത്തിയാക്കലും കഴിഞ്ഞിട്ട് നേരെ കുറച്ച് തിരുമ്പി തോരടാനുണ്ടായിരുന്നു. അപ്പോൾ ആ തിരുമ്പി തോരടാനും പോയി. അപ്പോൾ അമ്മമ്മ അങ്ങനെ ഞങ്ങൾ മുമ്പാറാണ് ഇട്ടത്. അങ്ങനെ മുമ്പാർത്തൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇഷാനെ കുളിപ്പിച്ച് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇഷാന് ഊണൊക്കെ കൊടുത്തു. എന്നിട്ട് ഞാൻ വേഗം തന്നെ ഇന്ന് മേശമയ്ക്ക് എടുത്തേക്കുള്ള നേരമൊന്നും ഉണ്ടായിരുന്നില്ല. നേരം വൈകി വേഗം. അപ്പോൾ തന്നെ ഞാൻ ക്ലാസ്സിന് പോകാണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വേഗം തന്നെ ചോറും കറികളും പിന്നെ ഉപ്പേരി, ഇവിടെ ഓമക്കായ പയറുപ്പേരി പ്രധാനമായിട്ടാണ്. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ചേർന്ന്. അപ്പോൾ ഈ ഓമക്കായ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവണം. ഷിബിയേട്ടനാച്ചെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓമക്കായ ഉപ്പേരിയൊക്കെ ഇപ്പോൾ കുറേ നാളായിട്ട് ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ഓമക്കായ ഉപ്പേരിയും മീൻ വറുത്തതും മീൻ കറിയൊക്കെ കൂട്ടി കഴിച്ച് ഇഷാനും ഞങ്ങളുടെ കുറ്റി നോക്കുമ്പോ ഞങ്ങള് വേഗം പൊക്കോടും. അങ്ങനെ ഇഷാന് ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതിനകത്ത് അവൻ ഡ്രസ്സിലൊക്കെ ആകെ ചോറൊക്കെ ആക്കിയിട്ടുണ്ടാകും. അങ്ങനെ ഡ്രസ്സൊക്കെ ഒന്ന് മാറി. ഇനിയിപ്പോൾ സ്മെല്ലൊന്നും ആവേണ്ട വെച്ചിട്ട് വേണം തന്നെ ഡ്രസ്സൊക്കെ മാറി. എന്നിട്ട് പിന്നെ 2 മോനും കൂടിയിട്ടാണ് ക്ലാസ്സിൽ കൊണ്ടുപോയി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട്. ഞങ്ങളുടെ നാട് വളരെ മനോഹരമായ ഒരു നാടാണ്. അപ്പോൾ എൻ്റെ നാട് എന്ന് പറഞ്ഞാൽ ചാനലിൽ ഒരു ലോങ് വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളൊരു പേര് കാണാം. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പോയി. അപ്പോൾ